കുറേ കാലമായിട്ടോ നമ്മളൊരു ട്രിപ്പ് പോയിട്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഊട്ടിക്കായിരുന്നു. കാരണം ഞാൻ ഊട്ടി ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഊട്ടി പോയി ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് വിട്ടു. നമ്മൾ നല്ലൊരു തിരക്കൊക്കെ അവിടെ പ്രതീക്ഷിച്ചെങ്കിലും പറയാൻ വേണ്ടി അത്ര വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയത് ജനുവരി 1 ഏർലി മോർണിംഗിനായിരുന്നു. ഏർലി മോർണിംഗ് അല്ല, ഒരു 8 o'clock ആ ഒരു ടൈമിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ബ്ലോക്ക് ആവി അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഊട്ടി പോകുന്നവർ പ്രത്യേകിച്ച് ഫസ്റ്റ് തന്നെ പാസ് എടുക്കണം കേട്ടോ. കാരണം നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളവിടെ എത്തിയിട്ടായിരുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഒരു 5 minute പ്രൊസീജിയറേ ഉള്ളൂ. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കാര്യമൊക്കെ കഴിഞ്ഞ് വേഗം നമുക്ക് പാസ് വഴി നമ്മളെ അങ്ങനെ കയറ്റി വിടും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ ഒരു സ്പോട്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ദൊട്ടപ്പെട്ട പീക്ക്. ഐ തിങ്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, അതുതന്നെ ആയിരിക്കണം. പക്ഷേ ഇത് പീക്കല്ല കേട്ടോ, കാരണം അവിടേക്ക് ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. സോ ഇതതിൻ്റെ വേറൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഭയങ്കര പ്രതീക്ഷിച്ചെങ്കിലും അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു ഇതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഊട്ടി വ്യൂ അത്രയേ ഉള്ളൂ. ഊട്ടിയിൽ മെയിനായിട്ട് കുറേ ഗാർഡൻസ് ആണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു പീക്കിൻ്റെ വ്യൂവിൽ തന്നെ താഴെ അവർ ഏകദേശം ഊട്ടിയിലുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻഫർമേഷന് വേണ്ടി ആയിരിക്കാം, പക്ഷേ ഒരു നല്ലൊരു കാര്യമായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ, അതേപോലെ തന്നെ ടീ ഫാക്ടറി, പിന്നെ അവിടുത്തെ ട്രെയിന്, അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഓരോന്നും നമുക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ട് അവിടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഏതൊക്കെയാണ് ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് നമ്മുടെ ഗുണ കേവ് ഒക്കെ ഇല്ലേ, ഗുണ കേവിൻ്റെയൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് താഴേക്ക് കാണാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളിതാ ഈ ഫോട്ടോയിൽ നിൽക്കുന്നത് ടീ ഫാക്ടറിയാണ് കേട്ടോ. ടീ ഫാക്ടറി പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിവിടുത്തെ തേയില നുള്ളുന്ന ചേച്ചിമാരെ പോലെ ഫോട്ടോ എടുക്കൽ. യെസ്, ദിസ് ഈസ് ദാറ്റ്. ഇത് അവിടുത്തെ ഒരു പയ്യനാണ് കേട്ടോ. അവൻ നമുക്കിതേപോലെ ഡ്രസ്സൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് തരും. നമുക്കിഷ്ടപ്പെട്ട കളറൊക്കെ അവിടെ തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 to 6 കളേഴ്സ് ഓഫ് ഷോളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതിൽ ഇഷ്ടപ്പെട്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അതെടുത്ത് കുറച്ച് പെട്ടി ഷോ ഫോട്ടോസ് ആൻഡ് റീൽ എടുക്കലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊരു 100 rupees ആണ് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂമിന് വരുന്നത്. പിന്നെ അവർ തന്നെ ഫോട്ടോ എടുത്ത് തരികയാണെങ്കിൽ ഐ തിങ്ക് ഒരു 150 ആണ് പെർ പേഴ്സൺ ഒറ്റ ഫോട്ടോയ്ക്ക്. അത് കഴിഞ്ഞ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും പിന്നെ നമുക്ക് പേഴ്സണലി ഈ കോസ്റ്റ്യൂം ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഫുള്ള് ഇതിട്ടുള്ള ഷോ ഓഫും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഞാൻ ഫുള്ള് പറക്കുന്തളിക്കത്തെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നീ ചായ ബാച്ചി. യെസ്, ഓക്കെ. സോ അത് കഴിഞ്ഞ് അവിടെ തന്നെ ഈ ടീ ഫാക്ടറിയിൽ തന്നെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഈ കുട്ടികളുടെ പാർക്കാണെങ്കിലും അവിടെ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ആർക്കും വേണമെങ്കിലും എല്ലാത്തിലും കയറാം. അങ്ങനെയായിരുന്നു. ഒരുപാട് ഭയങ്കരമായി ഹസ്കി ഡാൻസ് ഒക്കെ അവിടെ നിന്ന് കളിച്ച് ഷോ ഓഫ് ചെയ്യുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ റൈഡും ഉണ്ട് കേട്ടോ, ഊഞ്ഞാൽ, അതേപോലെ തന്നെ സ്ലൈഡ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ലിമിറ്റൊന്നും ഇല്ലാതെ കുറേ ആയി ഏജ് ലിമിറ്റ് ഇല്ലാതെ ഇങ്ങനെ പാർക്കിലൊക്കെ പോയിട്ട്. അപ്പോൾ പിന്നെ അവിടെ കിടന്ന് നിർമ്മാതിച്ചു. സോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഊട്ടി പാർട്ട് 1 ഫസ്റ്റ് ഡേ വ്ളോഗ്.